പാണ്ഡുവിനെ ആരെങ്കിലും കൊല്ലിച്ചതാണെന്നോ കാനനത്തിൽ വെച്ച് വധിച്ചതാണെന്നോ ഒന്നുമില്ല. മഹർഷിയുടെ ശാപം സ്വാഭാവികമായും അദ്ദേഹത്തിന് ലഭിച്ചതാണ്. അതിൻ്റെ തെറ്റുകാരൻ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആലോചനാരഹിതമായ നായാട്ട് നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ സഹജമായ വൈകാരിക ഉന്മാദം കൊണ്ട് അത് നിയന്ത്രിക്കാത്തതിൻ്റെ ഒരു അനാശാസ്യ ഫലമായിട്ടാണ് ഈ ശാപം അദ്ദേഹം മേടിച്ചു വയ്ക്കുന്നത്. ആ ശാപത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള സംശയം ജനങ്ങൾക്കോ, പിന്നെ ഇതിലായി ഇവിടെ കൊട്ടാരത്തിൽ ആദ്യം അറിയിക്കുന്ന മഹർഷിമാരാണ്. മഹർഷിമാരിതിന് സാക്ഷികളാണ്. കാനനത്തിൽ വസിക്കുന്ന ആളുകൾ ഇതിന് സാക്ഷികളാണ്. വെറുതെ വേടന്മാരല്ല, വേടന്മാരും സാക്ഷികളാണ്. വേടന്മാർ കുരുക്ഷേത്രത്തിലൊന്ന് സാക്ഷി പറഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നാം പിന്നീട് പറയും. അങ്ങോട്ട് പോയാൽ കഥ നീങ്ങാതെ വരും. അല്ല, ഇവിടെ ഭീഷ്മരെവിടെ അല്ലെങ്കിൽ ധൃതരാഷ്ട്രർ എവിടെ എന്ന് വിളിച്ചു ചോദിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച കാത്തു നിന്നില്ല. വരുന്നു എന്ന് പറഞ്ഞാൽ മഹർഷിമാരും വരുന്നു, നിസ്സാരന്മാരായ മഹർഷിമാരൊന്നും അല്ല ഈ വരുന്നത്. അപ്പോൾ അവർ കാത്തു നിന്നിട്ടില്ല. അവിടെ അവർ വരാൻ താമസിച്ചു. അവർ വരാൻ താമസിച്ചതിൻ്റെ അമർഷമാണ്. അപ്പോഴേക്കും അവരെത്തിക്കഴിഞ്ഞു. എന്നാലും വിളിച്ച് ചോദിച്ചു. ഇത് ഒരു രാജകീയമായ, ഇപ്പോൾ മന്ത്രി വരാൻ കാത്തിരിക്കുന്നത് പോലെയാണ്. രാജകീയമായ എഴുന്നള്ളത്ത് വരാൻ എക്കാലത്തും അതിൻ്റേതായ താമസങ്ങളുണ്ടാകും. അതിൻ്റേതായ സഹചാരികളോടുകൂടിയേ രാജാവിൻ്റെ സാന്നിധ്യത്തെ മഹനീയമാക്കുന്ന, അപ്രാപ്യമാക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളോടുകൂടെ, ആ സഹചാരികളോടുകൂടെ മാത്രമേ വരാൻ സാധിക്കൂ. പക്ഷേ രാജഭരണത്തിൽ അസ്വാഭാവികമായ ഒരു അസ്വസ്ഥതയല്ലേ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്? അല്ല, തൽക്കാലത്തെ പാണ്ഡുവിൻ്റെ ജനപിന്തുണയുടെ ഒരു ഭാഗമായിരിക്കും. അതാണ് പാണ്ഡുവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനവും കൂടിയാണത്. ഭീഷ്മരോടുള്ള ഒരു അമർഷമുണ്ടവർക്ക്. എന്താണ്, ഭീഷ്മർ വളരെ കർശനക്കാരനാണ്. യാതൊരു തരത്തിലുള്ള ഇളവുകളും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കില്ല. നിയമം അതേപടി നടപ്പിലാക്കുക എന്ന കർശന ബുദ്ധിയാണ് ഭീഷ്മർ. എല്ലായിടത്തും കാണാമത്. ഇപ്പോൾ അമ്പയോടുള്ള പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ കർശന ബുദ്ധി കാണാം. ഈ കർശന ബുദ്ധി ഫലിക്കാതെ പോയത് ദുര്യോധനൻ്റെ അടുത്ത് മാത്രമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ കർശന ബുദ്ധി ദുര്യോധനൻ്റെ കാൽക്കൽ വെച്ച് അദ്ദേഹം നമസ്കരിച്ചു. അല്ലാതെ ദുര്യോധനൻ അടങ്ങില്ല. അത് ദുര്യോധനൻ്റെ മറ്റൊരു ശാഠ്യപൂർണമായ സ്വഭാവത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് അദ്ദേഹത്തിന് ദുര്യോധനൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കർശന ബുദ്ധികൾ ഫലിപ്പിക്കാൻ പറ്റാതെ വന്നത്. ഒരു സാമ്രാജ്യം മുഴുവനും ഈ ദുര്യോധനെ പോലെ ഒരു അധർമ്മിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു തെമ്മാടിയുടെ മുമ്പിൽ അടിയറവ് പറയുക എന്നൊരു അവസ്ഥയല്ലേ മുഴുവൻ കാണുന്നത്. കാരണം ദുര്യോധനന് ശേഷം, ദുര്യോധനൻ്റെ ഒരു ഉദയത്തിന് ശേഷം ഭീഷ്മരും എല്ലാവരുടെയും ഒരു ബലം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഭരണ സാമർഥ്യം ഒക്കെ ദുര്യോധനൻ്റെ എന്ത് പ്രവർത്തിക്കും അവർ വഴങ്ങിക്കൊടുക്കുക എന്നൊരു അവസ്ഥയിലേക്ക് വന്നില്ലേ വാസ്തവത്തിൽ? അടിയന്തരാവസ്ഥയിൽ പലതരത്തിലുള്ള ബലശാലികൾ, മഹാബുദ്ധിമാന്മാർ, വലിയ സയൻറ്റിസ്റ്റുകൾ, വലിയ കവികൾ, വലിയ രാഷ്ട്രതന്ത്ര വിദഗ്ധന്മാർ ഒക്കെ ഇന്ത്യയിലുണ്ടായിരുന്നു. വലിയ ധീരന്മാരും. പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മൊറാർജി ദേശായിയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തും ഒക്കെയായ മൊറാർജി ദേശായിയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ലോകത്തിലെ എല്ലാ കേമന്മാരും ഉണ്ടായിരുന്നു. ലോകത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1000 വർഷത്തെ സാമ്രാജ്യം ജർമ്മൻ ജനതയ്ക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ലോകത്തോട് മുഴുവൻ യുദ്ധം പ്രഖ്യാപിച്ചു. ഹിറ്റ്ലർ വെറുമൊരു പട്ടാളക്കാരൻ, വെറുമൊരു മാനസിക രോഗി, കടത്തി പറഞ്ഞാൽ വെറുമൊരു പാരനോയിഡ് പേഷ്യൻറ്റ്. വർഗാഭിമാനത്തിൻ്റെ മനോരോഗമായിരുന്നു അദ്ദേഹത്തിന്. പാരനോയ്യ എന്ന് പറയുന്ന മാനസിക രോഗമായിട്ട്, അബ്നോർമൽ മെൻ്റൽ ഡിസീസായിട്ട് അത് രൂപം മാറുകയും ചെയ്തു. എല്ലാ രാഷ്ട്രങ്ങളെയും വെല്ലുവിളിച്ചു. 1,00,000 ഭടന്മാരെ വിമാനത്തിൽ അദ്ദേഹം പാരീസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പാരച്ചൂട്ടിലിറങ്ങി പാരീസ് നഗരം കത്തിച്ച് കളയാൻ പറഞ്ഞു. ആരെങ്കിലും പറയുമോ? എത്രയോ കാലമായി പരമ്പരാഗതമായി പരിഷ്കരിച്ച് ലോകത്തിൻ്റെ മനോഹരമായ നഗരം പോലെ, ലോകത്തിൻ്റെ ഉദ്യാനം പോലെ, ലോകത്തിൻ്റെ സൗന്ദര്യഭൂമി പോലെ ഫ്രാൻസിലെ ചക്രവർത്തിമാരും പിന്നീട് ജനാധിപത്യ ഭരണം വന്നപ്പോൾ അവരും പരിപാലിച്ച് കൊണ്ടുവന്നിട്ടുള്ള മഹാനഗരമാണ്. ഫ്രാൻസിൽ പ്രവേശിച്ച് ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അറസ്റ്റ് ചെയ്യലൊരു കുറ്റവാളി, അവിടെ നിന്ന് പുറത്തായിട്ട് അറസ്റ്റ് ചെയ്യുള്ളൂ.
ഇതാണ് പാരീസിൻ്റെ പ്രത്യേകത. എല്ലാ കലാകാരന്മാരും വന്ന് താമസിക്കുന്ന ഇടം, കലകളുടെ കേദാരം. ഈ കലകളുടെ കേദാരമായ മനോഹരമായ സൗധങ്ങളുള്ള, മനോഹരമായ പാതകളുള്ള, രാജവീഥികളുള്ള, ലോകത്തിലെ സങ്കല്പിക്കാവുന്ന എല്ലാ വൃത്തികേടുകളുമുള്ള, ലോകത്തിലെ സുസങ്കല്പ്യമായ എല്ലാ മനോഹാരിതകളുമുള്ള, അഭിരാമതകളുമുള്ള ആ നഗരം കത്തിച്ച് കളയാൻ, ആ നഗരത്തോടുള്ള അസൂയ കൊണ്ട്, അത്തരമൊരു നഗരം ജർമ്മനിയിൽ ഇല്ലാത്തത് കൊണ്ട്, അത്തരമൊരു നഗരം ജർമ്മനിക്ക് പുറത്തോ വേണ്ട എന്ന അദ്ദേഹത്തിൻ്റെ അസൂയ കൊണ്ട് കത്തിച്ച് കളയാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു, പാരീസ് നഗരം ഇപ്പോൾ കത്തുകയല്ലേ? പട്ടാളക്കാരവിടെ ഇറങ്ങിയിട്ട് അവരിത് കത്തിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അവർ വെറുതെ വാർത്ത കൊടുത്തു, പാരീസ് നഗരം ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടെ അവർ പാരീസിൽ നടന്ന് കള്ളു കുടിച്ചു. പാരീസിൽ നടന്ന് അവർക്ക് കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ടു. അവരവിടുത്തെ കാഴ്ച ബംഗ്ലാവിൽ പോയി. അപ്പോഴും ഇങ്ങനെ മെസ്സേജ് കൊണ്ടിരുന്നു, പാരീസ് നഗരം കത്തിച്ച് കളയാണ്, കത്തിച്ച് കളയാൻ. ഈസ് പാരീസ് ബേണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥമുണ്ട്. ഈ ഈസ് പാരീസ് ബേണിംഗ് എന്നുള്ളത് ഹിറ്റ്ലർ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള വൻപന്മാരൊക്കെ എവിടെ പോയി? അമേരിക്ക ഇതുപോലെ തന്നെ ശക്തമായിട്ടന്ന് നിൽക്കുന്നു. ബ്രിട്ടൻ നിൽക്കുന്നു. ലോകത്ത് സാമ്രാജ്യം സ്ഥാപിച്ച ബ്രിട്ടൻ അതുപോലെ തന്നെ നിൽക്കുന്നു. അപ്പുറത്ത് സ്റ്റാലിൻ ഇരിക്കുന്നു. ഒരുത്തൻ തെമ്മാടിത്തരം അങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോൾ 1000 വർഷത്തെ സാമ്രാജ്യം, സുസ്ഥിതമായ സാമ്രാജ്യം, സുസ്ഥിരമായ സാമ്രാജ്യം, സമ്പന്നമായ സാമ്രാജ്യം, സമത്വ സുന്ദരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച സാമ്രാജ്യം എത്ര വർഷം നീണ്ടു നിൽക്കുന്നതാണ്? 1000 വർഷം നീണ്ടു നിൽക്കുന്ന. അത് പറഞ്ഞിട്ട് 11ാം വർഷത്തിൽ അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഹിറ്റ്ലർക്ക്. അപ്പോൾ ഈ ഹിറ്റ്ലറെ വെറും സാധാരണ പട്ടാളക്കാരനായ, ചീത്ത ചിത്രകാരനായ, നല്ല ചിത്രകാരനല്ല, നല്ല ചിത്രകാരനാണെന്ന് അദ്ദേഹം ധരിച്ചിരുന്നു. അപ്പോൾ ഒരു ചീത്ത കലാകാരനായ, അല്ലെങ്കിൽ കലാകാരനാകാൻ മോഹിച്ചിരുന്ന എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെയുള്ള ഒരു ഹിറ്റ്ലറുടെ ഒരു സാധാരണ പട്ടാളക്കാരൻ സൂത്രത്തിൽ അധികാരത്തിൻ്റെ ചക്രം തൻ്റെ കയ്യിൽ ഏന്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭ്രാന്തുകളെല്ലാം ആ അധികാരത്തിൻ്റെ ചക്രത്തിലൂടെ ലോകത്തിലേക്ക് പ്രഖ്യാപിച്ചു. ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെയാണിത്. മുസോളിനിയെയും കുറേ കാലത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇറ്റലിയെ അടക്കി ഭരിച്ചു. കുറേയെങ്കിലുമൊക്കെ മുസോളിനിയെ നിയന്ത്രിക്കാൻ ആളുണ്ടായിരുന്നു. ക്ലാര പെറ്റാച്ചിയോ എന്ന് പറയുന്ന മുസോളിനിയുടെ കാമുകി, അതുപോലെ ഒരു കാമുകി അവിവാഹിതയായി ഭാര്യയെപ്പോലെ ഹിറ്റ്ലറുടെ കൂടെയും താമസിച്ചിരുന്നു, അഡോൾഫിൻ്റെ കൂടെയും താമസിച്ചിരുന്നു. പക്ഷെ അവർ പറഞ്ഞാൽ ഇദ്ദേഹം കേൾക്കുകയില്ല. അവരുടെ പേര് ഈവ ബ്രൗൺ എന്നാണ്. മരിക്കാൻ നേരത്താണ്, ആത്മഹത്യ ചെയ്യാൻ നേരത്താണ് ഇദ്ദേഹം ശത്രു സൈന്യം തൻ്റെ കൊട്ടാരത്തെ സമീപിച്ചിരിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം അണ്ടർഗ്രൗണ്ടിലുള്ള അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ച്, അപ്പോഴാണ് ഏതാനും ആത്മഹത്യ ചെയ്യുന്നതിന് 3 മണിക്കൂർ മുമ്പാണ് അദ്ദേഹം ഈവ ബ്രൗണിനെ ആചാരപ്രകാരം വിവാഹം കഴിക്കുന്നത്. പുരോഹിതനൊന്നും ഉണ്ടായിരുന്നില്ല. അണ്ടർഗ്രൗണ്ട് സന്നിവേശത്തിൽ വെച്ച്, ഭൂഗർഭ അദ്ദേഹത്തിന് ഒളിച്ചിരിക്കാനുള്ള ഭൂഗർഭ സന്നിവേശത്തിൽ വെച്ചാണ് അദ്ദേഹം കാമുകി വിവാഹം കഴിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അത് നടക്കാതെ വരണ്ട. അവിടെ വെച്ച് അദ്ദേഹം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത സൽപ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ നായയെ കൊന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം വെടിവെച്ച് വെച്ചു, മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെ സാധിച്ചു ഇതാർക്കും സാധിക്കും, കുറേ കാലത്തേക്ക് സാധിക്കും. ആളുകൾ സജ്ജമായി വരുന്നതുവരെ അവർക്ക് അവരുടെ തോന്നലുകൾ, അവരുടെ ഉദ്ഭ്രാന്തമായ തോന്നലുകൾ അവർക്ക് പ്രവൃത്തിപഥത്തിൽ വരുത്തിക്കൊണ്ടിരിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും അല്ലെങ്കിൽ സ്റ്റാലിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ആരും ചോദ്യം ചെയ്തിരുന്നില്ല ഇല്ല എന്നുള്ളതും സത്യമാണ്. പക്ഷേ അടിയന്തരാവസ്ഥയിലും ചോദ്യം ചെയ്തിരുന്നില്ല. പക്ഷേ ഇവരൊക്കെ എന്താ പറയുക, സർവശക്തന്മാരും സർവ അധികാരങ്ങളും കൈയാളിയിരുന്നവരുമായിരുന്നു. പക്ഷേ നാം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ദുര്യോധനന് ആ രീതിയിലുള്ള അധികാരം അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു വ്യവസ്ഥിതി അവിടെ നിലവിലില്ലായിരുന്നു. ഉണ്ടായിരുന്നു. ആര് പറഞ്ഞു?
നിലവിലായിരുന്നു എന്ന് ഉണ്ടായിരുന്നേ. പാണ്ഡു രാജ്യഭരണത്തിൻ്റെ ചുമതല ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? ധൃതരാഷ്ട്രരെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് പോയത്. പ്രധാന ഉപദേഷ്ടാവായിട്ട് വിതുരരെയും വെച്ചു, മന്ത്രിയും കൂടിയാക്കി വെച്ചു അദ്ദേഹത്തെ. അപ്പോൾ ഭരണത്തിൻ്റെ അവകാശം ആരിലാണ് ഇരിക്കുന്നത്? ധൃതരാഷ്ട്രത്തിലാണ്. ധൃതരാഷ്ട്രർക്ക് അമിതമായ പുത്രവാത്സല്യം, പുത്രസ്നേഹം. അല്ല, പാണ്ഡു കാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ തന്നെ ഇത് ഒരുപക്ഷെ മുൻകൂട്ടി കണ്ടിട്ടാവാം ഇത്തരം ചില സേഫ്റ്റി വാൽവുകളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടാണ് പോകുന്നത്. ഇല്ല, അങ്ങനെ പറയുന്നതിന് തെളിവുകളൊന്നുമില്ല. വ്യാസൻ്റെ വാക്കുകളിൽ നിന്ന് ആന്തരികമായ തെളിവുകൾ ലഭിക്കാതെ നമുക്കങ്ങനെ പറയാൻ നിവൃത്തിയില്ല. അപ്പോൾ ഓരോ സാഹിത്യകാരന്മാരും മഹാഭാരതത്തെ ആസ്പദമാക്കി സാഹിത്യം രചിച്ച ഓരോ സാഹിത്യകാരന്മാരും അവരുടെ തോന്നലുകൾ മഹാഭാരതത്തിലേക്ക് ആരോപിച്ചിട്ട് ആ തോന്നലുകളെ വ്യാഖ്യാനിച്ചതുപോലത്തെ വ്യാഖ്യാനമായി പോകും. ഞാൻ പറയുന്നത് എൻ്റെ തോന്നലുകളെ മഹാഭാരതത്തിലേക്ക് മുൻകൂട്ടി ആരോപിച്ചിട്ട് പിന്നീട് ആ തോന്നലുകളെ പെറുക്കിയെടുക്കുന്ന പ്രക്രിയയല്ല ചെയ്യുന്നത്. വ്യാസൻ്റെ ദർശനമനുസരിച്ച് മഹാഭാരതത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന നിലയിലുള്ള ഒരു വ്യാഖ്യാനമാണ് നൽകുന്നത്. ആ വ്യാഖ്യാനത്തിൽ ചിലപ്പോൾ തെറ്റുകളുണ്ട് എന്ന് പലർക്കും തോന്നാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇയാൾക്കിത് എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെ ഒരു കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാനുള്ള കുറേ കാലമാണ് അതിൻ്റെ പിന്നിൽ കളഞ്ഞത്. കുറച്ചുകൂടി ലളിതമായിട്ടുള്ള വ്യക്തമായിട്ടൊരു സംശയം ചോദിക്കാം. ഈ പാണ്ഡു മരിച്ച അവസരത്തിൽ ദുര്യോധനൻ കൈയാളിയിരുന്ന അധികാരവും അല്ലെങ്കിൽ ദുര്യോധനിൽ അധികാരവും പാണ്ഡു മരിക്കുന്ന സമയത്തൊന്നും ദുര്യോധനൻ അധികാരം കൈയാളുന്നില്ല. അതിനുശേഷം കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിക്കുന്ന ആ സാഹചര്യവും അപ്പോൾ ഉണ്ടായിരുന്ന അധികാരവും ഇത് രണ്ടും ഒരുപോലാണോന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, പാണ്ഡു മരിക്കുന്ന സമയത്ത് ദുര്യോധനൻ അധികാരമൊന്നും കൈയാളുന്നില്ല. ചെറിയ കുട്ടിയല്ലേ, 5 or 6 വയസ്സാണ് അദ്ദേഹത്തിന് കാണാവുന്നത് ആ സമയത്ത്, പാണ്ഡു മരിക്കുന്ന സമയത്ത്. കാരണം ഭീമൻ്റെ പ്രായമാണ്. ഭീമനും ദുര്യോധനനും ഒരേ ദിവസം ജനിക്കുന്നു. അപ്പോൾ ആ പ്രായമേ ഉള്ളൂ, ഭീമൻ്റെ പ്രായമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് ഭരിക്കുന്നത് ധൃതരാഷ്ട്രർ തന്നെയാണ്. ധൃതരാഷ്ട്രർ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ ഭരിക്കുന്നു എന്ന് അർത്ഥമാണ്. ഇപ്പോൾ സാധാരണ ഭരണം മന്ത്രിമാരുടെ കയ്യിലാണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നയപരമായി തന്ത്രപരമായി തീരുമാനിക്കേണ്ടി വരുമ്പോൾ മാത്രമേ ഇദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത്തരം ഒരു ഭരണ കാലാവസ്ഥയാണ് അന്ന് നിലവിലിരിക്കുന്നത്. ദുര്യോധനൻ ഈ അധികാരങ്ങൾ തൻ്റെ തമോമയമായ ഹൃദയം കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സേവനത്തിന് വച്ചിരിക്കുന്ന ദണ്ഡനാധികാരം ആളുകളുടെ മേൽ പ്രയോഗിക്കുന്ന ദണ്ഡനാധികാരമാക്കി അദ്ദേഹം പരിവർത്തനം ചെയ്യിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണിത്. അതുകൊണ്ട് അന്ന് അങ്ങനത്തെ സംശയങ്ങൾക്കൊരു സാധ്യതയുമില്ല. ധൃതരാഷ്ട്രർ സാധാരണഗതിയിൽ ധർമ്മം അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പാണ്ഡുവിനോട് അദ്ദേഹത്തിന് വളരെ പ്രിയവുമായിരുന്നു, തുറന്ന പ്രിയം. ഒരു കാര്യത്തിലും അദ്ദേഹം പാണ്ഡുവിനെ ചോദ്യം ചെയ്തിരുന്നില്ല. വളരെ നല്ല ജ്യേഷ്ഠനായിരുന്നു അദ്ദേഹം. പാണ്ഡുവും അങ്ങനെ തന്നെയായിരുന്നു. പാണ്ഡുവിൻ്റെ ആഗ്രഹങ്ങളൊന്നും അദ്ദേഹം എതിര് നിന്നിട്ടില്ല. അദ്ദേഹം രാജകുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിർ നിൽക്കുന്നത്, ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്നതൊക്കെ ദുര്യോധനൻ പ്രായപൂർത്തിയായി വന്നതോടുകൂടിയാണ്. അപ്പോൾ അച്ഛനെ മാറ്റിയിരുത്തിയിട്ട് ദുര്യോധനൻ സ്വയം ഭരണം കയ്യിലേക്ക് ഏറ്റെടുക്കുകയാണ്. ദുര്യോധനൻ ജനിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴുതയെപ്പോലെ കരഞ്ഞു അദ്ദേഹം. കാർമേഘങ്ങളിൽ നിന്ന് രക്തം പെയ്തു. എല്ലാ പക്ഷികളും വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കി. എല്ലാ മൃഗങ്ങളും അതിനു മുമ്പ് കരഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ കരഞ്ഞു. അപ്പോൾ അദ്ദേഹം മഹർഷിമാരോട് ചോദിച്ചത്, എന്താ ഇങ്ങനെ എൻ്റെ പുത്രൻ ജനിച്ചപ്പോൾ ഇത്തരം ദുർനിമിത്തങ്ങളെല്ലാം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഇപ്പോൾ ജനിച്ച ഈ ശിശു നമ്മുടെ കുലത്തിനും മൊത്തത്തിൽ ക്ഷത്രിയ വംശങ്ങൾക്കും നാശമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നുകിൽ അവനെ കാട്ടിലുപേക്ഷിക്കണം, അല്ലെങ്കിൽ അവനെ കൊല്ലണം. ഈ രണ്ടിലേതെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞു. അത് ഇഷ്ടമായില്ല.
ആർക്കും ഇഷ്ടാകില്ലല്ലോ അത്. പറഞ്ഞത് ചെയ്യേണ്ട കാര്യമാണെങ്കിലും രാജാവ് അത്യാവശ്യമായും ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞതെങ്കിലും മകനെ കൊല്ലണം അല്ലെങ്കിൽ മകനെ കാട്ടിൽ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വല്ല മഹർഷിമാർക്കും വിശ്വാമിത്രനെ പോലെയുള്ള മഹർഷിമാർക്കോ മറ്റോ സാധിക്കും എന്നുള്ളതല്ലാതെ സാധാരണ ആളുകൾക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹം ഈ മഹർഷിമാരെ പിരിച്ചുവിട്ടിട്ട് വിതുരനെ വിളിച്ച് ചോദിച്ചു, വിതുരരെ വാ ചോദിക്കട്ടെ, ഇങ്ങനെ എൻ്റെ മകൻ ജനിച്ചുവല്ലോ. ഓ ജനിച്ചു. അപ്പോൾ നീ കേട്ടില്ലേ ഇവിടെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ? ഇവിടെ എന്ത് കോലാഹലങ്ങളുണ്ടായി? അല്ല, നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടായ വ്യത്യാസങ്ങളൊക്കെ, നമ്മുടെ കുതിരലായങ്ങളിൽ കുതിരകൾ ശബ്ദിക്കുകയും ആന ചിഹ്നം വിളിക്കുകയും മൃഗങ്ങളെല്ലാം വിചിത്രമായ രീതിയിൽ കരയുകയും കാർമേഘത്തിൽ നിന്ന് മഴയ്ക്ക് പകരം രക്തം പെയ്യുകയും ഒക്കെ ഉണ്ടായി എന്നുള്ളത് നീ അറിഞ്ഞില്ലേ? ഓ അറിഞ്ഞു. അതെന്തായിരിക്കും? നീ മഹാജ്ഞാനിയല്ലേ. നിന്നെപ്പോലെ ഒരു ജ്ഞാനി ആരാണുള്ളത് നമ്മുടെ ഈ രാജധാനിയിൽ, നമ്മുടെ ഈ ഹസ്തനപുരിയിൽ? എന്താണ് നിൻ്റെ അഭിപ്രായം? എന്താണ് ഈ സന്ദർഭത്തിൽ ഞാൻ ചെയ്യേണ്ടത് രാജാവെന്ന നിലയിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവനെ നാം നിഷ്കരണം കൊന്നുകളയണം, അല്ലെങ്കിൽ രാജ്യത്തിനും ക്ഷത്രിയ വംശത്തിനും നമ്മുടെ കുടുംബത്തിനും ഇവൻ അന്തകനായി വളർന്നു വരും. ഇവൻ അസുരാംശം കൊണ്ട് ഭൂജാതനായവനാണ്. ഇവൻ കലിയുടെ അവതാരമാണ്. ഏത് കലി? നളചരിതത്തിലെ കലി. കാരണമില്ലാതെ ആളുകളെ ഉപദ്രവിക്കുന്നതാണ്. നമുക്ക് കാര്യങ്ങൾ ഉപദ്രവിക്കണമെങ്കിൽ ഒരു കാരണം വേണം. അപ്പം നിഷ്കാരണമായി ആളുകളെ ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ളതാണ്. ഉപദ്രവിക്കുക എന്ന ദുഷ്ടത ഇവൻ്റെ ശീലമാണ്. ഇയാഗോവിനെ പോലെയാണ്. പറഞ്ഞിട്ടുണ്ടോ അതിന് മുമ്പ്? ഇയാഗോ സ്റ്റാൻഡ്സ് സുപ്രീം എമംഗ്സ്റ്റ് ഷേക്സ്പിയേഴ്സ് ഓൾ ഈവിൾ ക്യാരക്ടേഴ്സ്. ഷേക്സ്പിയറുടെ ദുഷ്ടകഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രമുഖനായി തല ഉയർത്തി നിൽക്കുന്ന ആളാണ് ഇയാഗോ. എന്താണ് കാരണം? ഒരാളെ ഉപദ്രവിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഒഥലോയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഹി ഹാഡ് ഡെയിലി ബ്യൂട്ടി ഇൻ ഹിസ് ലൈഫ് വിച്ച് ഐ ലൈക്ക് നോട്ട് ദാറ്റ്. ജീവിതത്തിൽ അനുദിനം അദ്ദേഹം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുദിനം ഒരാൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല. ഇത്രയേ ഉള്ളൂ കാരണം. അല്ല, വേറെ ഒരു കാരണമില്ല. ഇതൊരു കാരണമാണോ യഥാർത്ഥത്തിൽ? ഇതുപോലെയാണ് ദുര്യോധനൻ്റെ അവസ്ഥ. നന്മയെ അദ്ദേഹം വെറുക്കുന്നു. നെപ്പോളിയൻ പറഞ്ഞു, വൺ ഹൂ തിങ്സ് ഈസ് മൈ എനിമി. ചിന്തിക്കുന്നവരെല്ലാം എൻ്റെ ശത്രുക്കളാണ് എന്ന് പറയുന്നവൻ എന്ത് ഭീകരനായിരിക്കും. അതിനകത്തൊരു വലിയ തത്വമുണ്ട്. ചിന്തിക്കുന്നവരായിരിക്കും ഈ ഭരണത്തിനെതിരായിട്ട് എപ്പോഴും വരുന്നത്. അവരായിരിക്കും ഭരണത്തെ വിമർശിക്കുന്നത്. അവർ ചെറുതായിട്ട് ഭരണത്തിൻ്റെ വൈകല്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ തന്ത്രപരമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. എന്നിട്ട് ജനങ്ങളെ ഇളക്കി വിടും, ആശയങ്ങൾ പ്രചരിപ്പിക്കും. ഇതൊക്കെ ചിന്തകന്മാർ ചെയ്യുന്നതാണ്. ഇപ്പോൾ റൂസോ അങ്ങനെ ചെയ്താണ്. ഈ സമത്വം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ആശയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഫ്രാൻസിൽ കിട്ടിയതും ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നതിനും കാരണക്കാരൻ തെരുവിൽ ആരുടെ മകനാണെന്ന് അറിയാതെ ജനിച്ച ആ ജാരസന്തതിയുടെ ബുദ്ധിശക്തിയുടെ ഫലമാണ് റൂസോവിൻ്റെ. അപ്പോൾ ഇത് ചിന്തകന്മാർ ചെയ്യും. അപ്പോൾ ദുര്യോധനൻ്റെ സ്വഭാവത്തിൽ കാരണമില്ലാതെ ദുഷ്ടത പ്രകടിപ്പിക്കുക. ദുഷ്ടത അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് തമസിൽ നിന്ന് ജനിച്ചതാണെന്ന് ഇന്നലെ ഞാൻ തമസിൻ്റെ കാര്യം പറഞ്ഞു. മോഹനം സർവദേഹിനാം. എല്ലാവരുടെ മനസ്സിലുമുണ്ട് തമസ്. എല്ലാ ദേഹികളെയും, എല്ലാ ശരീരികളെയും, എല്ലാ മനുഷ്യരെയും, ദേഹം മനുഷ്യൻ, എല്ലാ മനുഷ്യരെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇത് തമസ് തന്നെയാണ്. ഒരിടത്ത് അല്പം ഇരുട്ടുണ്ടായിരിക്കുന്നതും ലോകം മുഴുവനും ഇരുട്ടായിരിക്കുന്നതും വ്യത്യസ്തമായ അവസ്ഥകളാണ്. അപ്പോൾ ഇദ്ദേഹം ഇരുട്ട് തന്നെയാണ്. അന്ധതയുടെ, വൈകാരികമായ അന്ധകാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ ഘനാന്ധകാരത്തിൻ്റെ നിത്യമൂർത്തി. അതാണ് ദുര്യോധനൻ. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞാലും കേൾക്കാത്തത്. അല്ലെങ്കിൽ ഗാന്ധാരി പറഞ്ഞാൽ വ്യാസൻ പോലും അനുസരിച്ച് പോകും. അവരുടെ യഥാർത്ഥ പിതാമകനാണ് വ്യാസൻ, ആ കുടുംബത്തിൻ്റെ. വ്യാസൻ്റെ മക്കളുടെ മക്കളുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ആ വ്യാസൻ പോലും ഗാന്ധാരി പറഞ്ഞാൽ അനുസരിക്കും.
എന്തുകൊണ്ടാണ്? ഗാന്ധാരിയുടെ പാതിവൃത്യം എന്ന തപസ്സിൻ്റെ അന്യാദൃശമായ ശക്തി കൊണ്ട് അവരെ എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർ പറയുന്നത് വേദവാക്യം പോലെ അനുസരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ വാക്യം പോലെ, ഇന്നത്തെ ഭാഷയിലാകുമ്പോൾ അങ്ങനെയാണല്ലോ പറയേണ്ടത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ വാക്യം പോലെ അനുസരിക്കുകയും ചെയ്യും. ആ അമ്മ കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ദുര്യോധനൻ കേട്ടില്ല. എന്താണ്? യുദ്ധം വേണ്ട, രാജ്യം അവർക്ക് വിട്ടുകൊടുത്തേക്കൂ, അത് മുഴുവനും അവരുടെ രാജ്യമാണ്, അപ്പോൾ പകുതിയെങ്കിലും അല്ലേ അവരിപ്പോൾ ചോദിക്കുന്നുള്ളൂ, അത് നീ വിട്ടുകൊടുക്കുമോനെ എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ജീവിച്ചിരുന്നാൽ ഞാൻ വിട്ടുകൊടുക്കില്ലെന്നാണ്, ജീവനുണ്ടെങ്കിൽ ഞാൻ ധർമ്മം അനുഷ്ഠിക്കില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു നല്ല ക്ഷത്രിയനായിരുന്നു എന്നുകൂടി തെളിയിക്കുകയല്ലേ അത്. മരണാനന്തരം വീരസ്വർഗം പോവുകയും അത് മരണാനന്തരം വീരസ്വർഗം പോവുക എന്ന് പറയുന്നത് എല്ലാ യുദ്ധത്തിലും സംഭവിക്കുന്ന സംഗതിയാണ്. അതൊരു പിന്നെ പതിവ് വർണ്ണന മാത്രമാണ് മരണാനന്തരം വീരസ്വർഗം കിട്ടിയെന്നുള്ളത്. എങ്ങോട്ട് പോയി ചേർന്നു? ഇവരെല്ലാം അസുരന്മാരെല്ലാം അസുരന്മാരുടെ പൂർവ്വ രൂപങ്ങളിലേക്ക് പോയി ചേർന്നു, അത്രയേ ഉള്ളൂ. കലിയാണെന്ന് പറഞ്ഞില്ലേ, കലിയായിട്ട് തന്നെ പോയി. അതിനകത്ത് അതിൻ്റേതായ സാങ്കേതികത്വമുണ്ട്. എന്താണ് ആ സാങ്കേതികത്വം? കലി എന്നത് എപ്പോഴും ഈ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്ന, ഭൂമിയിലൊരു സൗന്ദര്യമുള്ള സ്ത്രീ ഉണ്ടായിട്ട് ആ സൗന്ദര്യമുള്ള സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. വേണ്ടത്ര സ്ത്രീകൾ അവിടെ കിടക്കുന്നു. അവിടെ സ്വർഗത്തിൽ പലതരത്തിൽ അപ്സരസുകൾ, വിദ്യാധര സ്ത്രീകൾ, കിന്നര സ്ത്രീകൾ, കിംപുരുഷ സ്ത്രീകൾ, ഉരക സ്ത്രീകൾ, സിദ്ധ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള സ്ത്രീകൾ അവിടെ ഉണ്ട്. ഗന്ധർവ സ്ത്രീകളുണ്ട്, അവരാണ് ഏറ്റവും സുന്ദരികൾ. പിന്നെ അപ്സരസുകളുണ്ട്. ഏത് 14 ലോകങ്ങളിലെ 14 ലോകങ്ങളിലേക്കും സഞ്ചരിച്ചു പോകുന്നത്, ദേവേന്ദ്രന് വേണ്ടി സഞ്ചരിച്ചു പോകുന്ന അപ്സരസുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദുർഗന്ധത്തിൻ്റെ മൂർത്തീകരണമായ ഭൂമിയിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ കലി മാത്രമല്ല മറ്റുള്ളവരൊക്കെ വന്നു. മറ്റുള്ളവർ വന്ന് കാര്യം മനസ്സിലായപ്പോൾ ആ സ്ത്രീ മറ്റൊരു പുരുഷനെ പ്രേമിക്കുന്നു, നളനെ, യോഗ്യനായ ഒരു പുരുഷനെ പ്രേമിക്കുന്നു. ആ വസ്തുത മനസ്സിലായപ്പോൾ അവരൊരു പരീക്ഷണം നടത്തിയിട്ട് അവർ തിരിച്ചുപോയി. കലി പോയില്ല. ഈ സ്ത്രീയെ വിവാഹം കഴിച്ചവനെ ഞാൻ തുലയ്ക്കുമെന്നായി പിന്നെ അദ്ദേഹത്തിൻ്റെ വ്രതം. ഇതന്നെയാണ് ആര് ചെയ്യുന്നത്? ദുര്യോധനൻ ചെയ്യുന്നു. അല്ല മാഷെ, വേറൊരു തരത്തിലേ ദുര്യോധനന്റെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചാലേ, ദുര്യോധനൻ ജനിച്ചു വീഴുമ്പോഴേ രാജപുത്രനായിട്ടാണ് ജനിക്കുന്നത്. അച്ഛൻ രാജ്യം ഭരിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ച ഒരു ദുര്യോധനന്റെ ഈ സാമ്രാജ്യത്തിലേക്ക് ഒരു ദിവസം ഈ കുന്തിയും 5 മക്കളും കൂടെ കയറി വരുന്നു. അപ്പൊ തൻ്റെതായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇവിടെ നഷ്ടപ്പെടുന്നു. ഈ വന്നവര് ഇവിടെ വലിയ ആളുകളാവുന്നു. ഗുരുക്കന്മാരുടെയൊക്കെ മുമ്പിൽ ഇവര് കൂടുതൽ അംഗീകരിക്കപ്പെടുന്നു. അപ്പൊ അതിൽ നിന്നുണ്ടായ ഒരു അമർഷമാവില്ലേ ദുര്യോധനനെ കൂടുതൽ ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? തനിക്ക് കിട്ടേണ്ട അതിൽ നിന്നുണ്ടായ അമർഷവും ഉണ്ട് എന്നേ ഉള്ളൂ. ബോധ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് മാറണ്ടേ? വസ്തുതകൾ ഇങ്ങനെയായിരുന്നു എന്ന് ഭീഷ്മർ പറഞ്ഞു, ദ്രോണർ പറഞ്ഞു, കൃപര് പറഞ്ഞു. യാതൊരു തരത്തിലും സാധാരണഗതിയിൽ സ്വാർത്ഥതയില്ലാത്ത, അസാധാരണഗതിയിൽ സ്വാർത്ഥതയുണ്ട് ഗാന്ധാരിക്ക്, സാധാരണഗതിയിൽ സ്വാർത്ഥതയില്ലാത്ത സത്യസന്ധയായ ഗാന്ധാരി പറഞ്ഞു. ഇതറിയാവുന്ന മൈത്രേയാദികളായ അനേകം മഹർഷിമാർ പറഞ്ഞു. ഇത്രയും ആളുകൾ ധൃതരാഷ്ട്ര തന്നെയും പറഞ്ഞു, കർണനും പറഞ്ഞു രാജ്യത്തിൻ്റെ അവകാശമൊന്നുമില്ലെന്ന്, അശ്വത്ഥാമാവും പറഞ്ഞു. അശ്വത്ഥാമാവിനെ സാധാരണഗതിയിൽ ഒരു ദുഷ്ടതയുള്ള ആളാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അദ്ദേഹം കാര്യം പറഞ്ഞു. ഈ കഴമ്പിടുത്തം പിടിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല കേട്ടോ, എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ അങ്ങയുടെ ഭാഗത്തേ നിൽക്കൂ, അത് വേറെ കാര്യം. പക്ഷേ അങ്ങയുടെ ഈ നിലപാടിൽ ഒരു തരത്തിലുമുള്ള നീതിയുമില്ല.